നമ്മൾ ഈ കോർപ്പറേറ്റ് കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് ആയിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ആ സമയത്ത് എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് എംപ്ലോയീസും വളരെ ലോ കമ്മിറ്റ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. മാനേജേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പറയും, സാലറീൻ്റെ പ്രശ്നം പറയും, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നം പറയും, ഒരുപാട് പ്രശ്നങ്ങൾ പറയും. എന്നാൽ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും, എന്നാൽ ലോ കമ്മിറ്റ്മെൻറ്റിലുമാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാം, നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ സ്വപ്നമാണ്. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. ആ ഒരു സ്വപ്നത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മാസാവസാനം വരുമാനം കിട്ടുന്നില്ല, അതിൻ്റെ നന്ദി നിങ്ങൾ കാണിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മാസാവസാനം സാലറി കയ്യിലേക്ക് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഡിസേർവ്ഡ് ആയിട്ടാണ് വാങ്ങുന്നതെന്ന് ആലോചിക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മോഷ്ടിക്കുകയാണ്. യു ആർ സ്റ്റീലിംഗ് ദ സാലറി. ആരൊക്കെയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, ഒരുപാട് ആൾക്കാർ വിയർത്തുണ്ടാക്കിയ, ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രയത്നിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് കാശ് മോഷ്ടിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റും ചെയ്യാതെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാസാവസാനം ശമ്പളം വാങ്ങുന്നത് എന്നുള്ളത്. ആലോചിച്ച് നോക്കുക. നമ്മുടെ ഭക്ഷണമായും മരുന്നായും കുടുംബത്തിന് കൊടുക്കുന്ന കടങ്ങളും മാറ്റി നമുക്ക് പല സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ പറ്റുന്നത് പോലെ ആ സാലറിയിൽ നിന്നാണ്. അത് മോഷ്ടിച്ചിട്ട് ചെയ്യുന്ന മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അതിന് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ആലോചിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ഥാപനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് റിസൈൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ മാക്സിമം കമ്മിറ്റ്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണ്ട തീരുമാനം നിങ്ങൾ എടുക്കുക.